ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ 352-ാമത്തെ ദിവസവും ഈ മാസത്തെ 18-ാമത്തെ ദിവസവും വ്യാഴാഴ്ച ആയ ദിവസം. ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ ഒന്നും തന്നെ ഈ ലോകത്തിൽ സാധ്യമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ ഒന്നും തന്നെ ഈ ലോകത്തിൽ സാധ്യമല്ല. നമ്മൾ ഓരോരുത്തരും 25 നോയമ്പിൻ്റെ 18-ാമത്തെ ദിവസത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാം ഓരോരുത്തരും എങ്ങനെയാ നോമ്പ് ആചരിക്കുന്നു എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെതായ ആ ആധാരം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആ 25-ാം തീയതിക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം നമുക്ക് ആഘോഷിക്കണം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ജനിച്ചില്ല എങ്കിൽ നമ്മൾ ഈ ആഘോഷം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും തീയതി കണക്കാക്കുന്നത് കർത്താവായ യേശു മാനവചരിത്ര മണ്ഡലത്തിൽ കാലുകുത്തിയ സമയം മുതലാണെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? AD അക്ഷരങ്ങൾ ആനോ ഡോമിനി എന്ന ലത്തിൻ പദങ്ങളെ കുറിക്കുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതായത് നമ്മുടെ കർത്താവിൻ്റെ വർഷം എന്നാണ് അതിനെ പറയുന്നത്. യേശു ക്രിസ്തുവിന് മുമ്പുള്ള സംഭവങ്ങളുടെ തീയതിയോടുകൂടി BC ക്രിസ്തുവിന് മുമ്പ് എന്നാണ് ചേർക്കുന്നത്. ലോകത്തിലുള്ള സകല വർത്തമാന പത്രങ്ങളും സകല മാസികകളും ഉടമ്പടികളും പ്രമാണങ്ങളും എല്ലാം ഒരൊറ്റ വ്യക്തിക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് വളരെ അർത്ഥവത്തല്ലേ? ചരിത്രം മുഴുവനും ആ ആളത്വത്തിൻ്റെ സ്വാധീനത്തിലാണ് രൂപാന്തരപ്പെടുന്നത്. ഇവൻ മർക്കോസ് എവൻഗേലിയസ്റ്റായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 41 ഇങ്ങനെ ചോദിക്കുന്നു എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല. ചരിത്രത്തിൽ ഇത്ര വലിയ സ്വാധീനം ഉളവാക്കിയിട്ടുള്ള ആ വ്യക്തിത്വം നമ്മുടെ ശ്രദ്ധ പ്രത്യേകം അർഹിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും മറക്കാതിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. പ്രശസ്തനായ ഒരു പുരോഹിതന് പ്രകാരം എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനോട് ചോദിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ക്രിസ്തുവിനെ കുറിച്ച് താൻ ചിന്തിച്ചിട്ടില്ല എന്ന് അയാൾ തുറന്ന് സമ്മതിച്ചു എന്ന് ആ പുരോഹിതൻ എടുത്ത് പറയുന്നു. ക്രിസ്തു എന്നാണ് ജനിച്ചത് എന്നറിയാമോ എന്ന് ആ പുരോഹിതൻ ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ അയാൾ ഒരു തീയതി പറഞ്ഞു. അത് BCയോ ADയോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. ഞാൻ ആ സംഭാഷണം ഇങ്ങനെ എഴുത്തുകളിൽ തീയതി കൊണ്ടിരുന്നിട്ടും ദിവസം തോറും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മയെ കൊണ്ടാടുകയായിരുന്നു എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന്. നിങ്ങൾ സാധാരണ ആർക്കെങ്കിലും എഴുത്തെഴുതുന്ന അവസരത്തിൽ അതിനകത്തൊരു തീയതി എഴുതുമല്ലോ, ആ തീയതി എവിടുന്ന് ആരംഭിച്ചു എന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതൊരു വ്യക്തിയാണോ മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർത്തത് മൂലം കാലത്തിന്റെ ഗണന രീതി കാലത്തിന്റെ ഗണന രീതി തന്നെയും വ്യത്യാസപ്പെട്ടത്, ആ ആളിനെ കുറിച്ച് യാതൊരു അഭിപ്രായവും നിങ്ങൾ രൂപീകരിച്ചിട്ടില്ല എന്നാണോ പറയുന്നത് എന്ന് ആ പുരോഹിതൻ ആ വ്യക്തിയോട് ചോദിച്ചു. അവന്റെ ജന്മദിനം മനുഷ്യരാശിയെ ഒരു പുതുയുഗത്തിലേക്കും ആഹ്വാനം ചെയ്യുന്നു എന്ന് പിന്നീട് ആ പുരോഹിതന് ആ വ്യക്തിയോട് പറയേണ്ടതായി വന്നു. അവന്റെ ക്രൂശീകരണം ഈ ഭൂഗോളത്തെ തന്നെ നടുക്കിക്കളഞ്ഞു എന്ന് നമുക്ക് എവർക്കും അറിയാം. ഇവൻ എങ്ങനെയുള്ള മനുഷ്യൻ എന്ന ചോദ്യം നാം അഭിമുഖീകരിക്കുമ്പോൾ തൃപ്തികരവും യുക്തി സഹവുമായ ഏക ഉത്തരം എന്ന് പറയുന്നത് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന് ആണത്രേ. നാം ഓരോരുത്തരും ആ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ കാലത്താണ് നാം ജീവിക്കുന്നത്. അതിനായി നാം വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുന്നുണ്ടോ? നാം ഭക്തിഗാനങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആലപിക്കുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി മനസ്സുറപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിൽ നാം
ഏകാഗ്രതയോടുകൂടി ആ മധുവയിലേക്ക് നോക്കി കൊണ്ട് നാം കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ടോ? അവിടെ നടക്കുന്ന ഓരോ പ്രധാനമായ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയാണോ അതിൽ സംബന്ധിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ഓരോരുത്തരും ചിന്തിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ ഒന്നും തന്നെ ഈ ലോകത്തിൽ സാധ്യമല്ല എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും നമ്മൾ എത്ര പേര് ശിരസ വഹിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യുന്നുവെന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇന്നേ വരെ നമുക്കതിന് സാധിച്ചില്ല എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരുത്തേണ്ടതുണ്ട് എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.